ഈ ഓണത്തോടനുബന്ധിച്ച് ഒരുപാട് സിനിമകൾ മോളിവുഡിൽ റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. ആ സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മോഹൻലാലിന്റെ മകളായ വിസ്മയുടെ ഡെബ്യൂട്ട് സിനിമയാണ് തുടക്കം എന്ന് പറയുന്നത്. ഈ തുടക്കം എന്ന് പറഞ്ഞ സിനിമ ഓഗസ്റ്റ് 7-ാം തീയതിയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. അതേ ഓഗസ്റ്റ് 7-ാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു സിനിമയാണ് ഉന്മാദം എന്ന് പറയുന്നത്. കുഞ്ചാക്കോവൻ നായകനായ ഒരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ ഇറങ്ങിയതാണ്. ഒരു ഗംഭീര ലുക്കാണ്, ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്, എന്തോ ഒരു സംഭവം ഹൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സിനിമയും ഓഗസ്റ്റ് 7-ാം തീയതി, അതായത് തുടക്കം ഉന്മാദം, 2 സിനിമകൾ ഓഗസ്റ്റ് 7-ാം തീയതിയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. കറുപ്പിന് ശേഷമുള്ള സൂര്യയുടെ സിനിമയാണ് വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന് പറയുന്നത്. വെങ്കി അഡ്ലൂരി സംവിധാനം ചെയ്യുന്ന ഈ ഒരു സിനിമ ബൈലിംഗുലാണ്, തമിഴ് ആൻഡ് തെലുങ്കിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയിൽ സൂര്യയോടൊപ്പം മമിത ബൈജു ഉണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ ഓഗസ്റ്റ് 14-ാം തീയതിയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. ഓഗസ്റ്റ് 20 ദ ഡി ഡേ എന്നൊക്കെ പറയുന്നത് 3 സിനിമകളാണ് ക്ലാഷിന് ഒരുങ്ങുന്നത്. അതും 3 യൂത്ത് സൂപ്പർ സ്റ്റാർസിന്റെ സിനിമകളാണ് ഓഗസ്റ്റ് 20-ാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്നത്. ദുൽഖർ സൽമാന്റെ ഐ ആം ഗെയിം എന്ന് പറയുന്ന സിനിമ ഓഗസ്റ്റ് 20-ാം തീയതി റിലീസ് ചെയ്യുമ്പോൾ അതേ ദിവസം തന്നെ ഓഗസ്റ്റ് 20-ാം തീയതി പൃഥ്വിരാജിന്റെ ഖലീഫ എന്ന് പറഞ്ഞ മെഗാ മാസ് ആക്ഷൻ സിനിമയും റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നുണ്ട്. അതുപോലെ നിവിൻ പോളിയുടെ ബെത്ലഹേം കുടുംബ യൂണിറ്റും ഓഗസ്റ്റ് 20-ാം തീയതിയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു 3 സിനിമകളിൽ ചിലപ്പോൾ ഒന്ന് മാറ്റിവെക്കാൻ ചാൻസ് ഉള്ള 21 ആവും ചാൻസ് ഉള്ള സിനിമ എന്ന് പറയുന്നത് ബെത്ലഹേം കുടുംബ യൂണിറ്റാണ്. KGF-ന് ശേഷമുള്ള യാഷിന്റെ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് ടോക്സിക് എന്ന് പറഞ്ഞ സിനിമ ഓഗസ്റ്റ് 26-ാം തീയതിയാണ് വേൾഡ് വൈഡ് റിലീസിന് വരുന്നത്. ഇതൊക്കെയാണ് ഈ ഒരു ഓണത്തിൽ മോളിവുഡിൽ ഫൈറ്റ് ചെയ്യാൻ പോകുന്ന സിനിമയുടെ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.